രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കതിരന്മേൽ വളം വെച്ച് കൊടുക്കുന്ന കിങ്കര നേതാക്കന്മാരുടെയും ആശ്വാസങ്ങൾക്ക് ആയുസ് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിജീവിതരുടെ പരാതിയിൽ അറസ്റ്റ് തൽക്കാലം പാടില്ലെന്ന് ഹൈക്കോടതി രാവിലെ നിർദ്ദേശിച്ചപ്പോഴുണ്ടായ ആശ്വാസമിത തിരുവനന്തപുരം കോടതി രണ്ടാമത്തെ ഇരയുടെ പരാതിയിന്മേൽ അറസ്റ്റ് തടയാത്തതിൽ എല്ലാം അവസാനിച്ചു. ഇനിയും രാഹുൽ ഒഴിച്ച് ബാക്കി കോൺഗ്രസുകാർക്കെല്ലാം ആശങ്കയുടെ മണിക്കൂറുകൾ, നാളുകൾ, തിങ്കളാഴ്ച വരെ. തൊട്ടടുത്ത ദിവസം തദ്ദേശ വോട്ടെടുപ്പുമാണ്. രാഹുലാകട്ടെ അഭിഭാഷകൻ പറയുന്നത് വെച്ച് ആരൊളിവിൽ, എവിടെ ഒളിവിൽ? രാഹുൽ ഒളിവിലൊന്നുമല്ലത്രേ, പാട്ടും പാടി നടക്കുകയാണ്. രാഹുലിന് മാത്രമെല്ലാം ഹൂ കേഴ്സ്. എന്നാലും രാഹുലിനോട് ഈ ചതി വേണ്ടായിരുന്നു KPCC പ്രസിഡന്റ്. ഇമെയിൽ വഴി വന്ന രണ്ടാമത്തെ പരാതി AICCക്ക് അയച്ചു കൊടുക്കാതെ നേരെ സംസ്ഥാന പോലീസ് മേധാവിക്കാണല്ലോ പ്രസിഡന്റ് അയച്ചു കൊടുത്തത്. ഇതിനെ കൊടും ചതി എന്നല്ലാതെ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു പേരുമിട്ട് വിളിക്കാനുമാകില്ല. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ പരാതികൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നതിലും വ്യക്തതയില്ല. ബംഗളൂരു സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ KPCCക്ക് ലഭിച്ച ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസാണോ അതോ ആദ്യത്തെ അതിജീവിതരുടെ കേസാണോ കടുപ്പം? അതിനിയും വ്യക്തമല്ല. അതിലും കോൺഗ്രസ് നേതാക്കൾ ആശങ്ക ഒഴിയാതെ കഴിയുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റ് തടയാൻ ഇപ്പോൾ അതിവേഗ കോടതി വിസമ്മതിച്ചിരിക്കുന്നു. കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ലൈംഗിക അതിക്രമ പരാതികളിൽ കാലതാമസം ഒട്ടും ബാധകമല്ലെന്നാണ് സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും കേസിൽ ഇരയോ മൊഴിയോ ഇല്ലെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. എന്നാൽ പരാതി KPCC പ്രസിഡന്റ് വഴി DGPക്ക് കൈമാറിയതാണെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. കേസിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാൻ കോടതി പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി രാവിലെ തടഞ്ഞിരുന്നു. പൂർണ്ണമായും കേൾക്കപ്പെടാതെ ഒരു പ്രതിയെയും അറസ്റ്റ് ചെയ്തതെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. ഇത് രണ്ടാമത്തെ പരാതിയിലെടുത്ത FIR ആണ്. ഇനി എല്ലാ കോൺഗ്രസ് കണ്ണുകളും തിങ്കളാഴ്ചത്തേക്കാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ചയാണ്. വോട്ടെടുപ്പിൻ്റെ തലേ ദിവസത്തെ ഏത് മറിമായവും കോൺഗ്രസിൻ്റെ അടിവാരം തന്നെ തോണ്ടും. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് നിലവിൽ തന്നെ CPI നേതാക്കളുടെ അടിവാരം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച കോൺഗ്രസ്സുകാർക്ക് നിർണായകമാണ്. ചൊവ്വാഴ്ച കോൺഗ്രസ്സുകാർക്കും CPIക്കാർക്കും ഒരുപോലെ അതിനിർണായകവും.